രാജസ്ഥാനിലെ മോദിയുടെ വിവാദ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ പ്രചാരണം വിലക്കണമെന്നാണ് ആവശ്യം. ദില്ലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചു. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും പ്രധാനമന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് പ്രസംഗം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഒരു സമുദായത്തെ നുഴഞ്ഞുകയറ്റക്കാരായി പോലും ചിത്രീകരിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ കോൺഗ്രസ് വ്യക്തമാക്കി. വിദ്വേഷ പ്രസംഗത്തിലൂടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമം. നടപടിയെടുക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിച്ചു. കോൺഗ്രസ് പ്രകടന പത്രിക മോദിക്ക് അയച്ചു നൽകുമെന്ന് കെ.സി. വേണുഗോപാൽ അറിയിച്ചു. ഇത്രയും ലോ ലെവലായിട്ടുള്ള ഒരു പ്രസംഗം പ്രൈം മിനിസ്റ്ററെ പോലുള്ള ഒരാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ പറ്റി നമ്മുടെ രാജ്യത്തിന്റെ സെക്യുലർ ഫാബ്രിക്സിനെ കടന്നാക്രമിക്കുക എന്നതാണ്. ദില്ലി യൂത്ത് കോൺഗ്രസ് ആസ്ഥാനത്ത് മോദിക്കെതിരെ പ്രകടന പത്രികയുമായി പ്രവർത്തകർ പ്രതിഷേധിച്ചു. വോട്ടിനായി ഒരു വിഭാഗത്തെ മോദി അധിക്ഷേപിക്കുന്നു എന്നാണ് CPIM വിമർശനം. പരാമർശത്തിന് എതിരെ ഓൺലൈൻ ക്യാമ്പയിനും CPIM ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂട്ടപ്പരാതി നൽകാൻ TMC പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. സമാജ്വാദി പാർട്ടി, RJD അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും പ്രധാനമന്ത്രി പരാമർശത്തിന് എതിരെ രംഗത്ത് വന്നു. BJPയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അടക്കം വന്ന ഓരോ തെളിവുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രധാനമന്ത്രിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് കണ്ടറിയേണ്ടത്. മുൻകാല ചരിത്രപ്രകാരമാണെങ്കിൽ BJP നേതാക്കൾക്കെതിരെ വലിയ നടപടികൾ ഇത്തരം കേസുകളിലൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നും ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.